സമരസഖാവിന് വിടചൊല്ലുകയാണ് നാട്. അന്തിമോപചാരമർപ്പിക്കാനായി ആയിരങ്ങളാണ് വിവിധ കോണുകളിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ രാമവിലാസം സ്കൂളിൽ നിന്ന്, ചുക്ലിയിലെ രാമവിലാസം സ്കൂളിൽ നിന്ന് അന്തിമോപചാരം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് പുഷ്പൻ ഇതാ പുതുക്കുടിയിലെ മേനപ്രയിലെ പുതുക്കുടിയിലെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെയും ആയിരങ്ങൾ ഇതാ കാത്തു നിൽക്കുകയാണ്. പുഷ്പൻ ഒരു വലിയ സംവാദമായി, ഒരു സൂര്യ തേജസ്സായി ഉയർന്നിരുന്ന ആ പുതുക്കുടി വീട്ടിൽ, അവിടെ സമീപം പാർട്ടി ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ആയിരങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സച്ചിൻ, ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. സച്ചിൻ, പുതുക്കുടിയിലെ വീട്ടിലേക്കാണ് പുഷ്പൻ്റെ അന്ത്യയാത്ര. തീർച്ചയായും അജിംഷാദ് പുതുക്കുടിയിലേക്കുള്ള അന്ത്യയാത്രയിലാണ് ഇപ്പോൾ പുഷ്പൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നത്. കാരണം അവസാന പൊതുദർശനമാണ് പുഷ്പം പഠിച്ച രാംവിലാസം സ്കൂളിൽ നടന്നത്. അതിൻ്റെ വലിയ ഒരു ജനപ്രവാഹം തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ പുതുക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ അവസാനമായി പുഷ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, പുഷ്പം പഠിച്ച സ്കൂൾ കൂടിയാണ് രാംവിലാസം, ചൊക്ലിയിലെ രാംവിലാസം സ്കൂൾ. ആ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് നിരവധി പേർ മുദ്രാവാക്യം വിളികളോടെയും അതുപോലെ തന്നെ വികാര നിർഭരമായ ഒരു രീതിയിലുമായിരുന്നു ഇവിടെ ഉള്ള ഒരു പൊതുദർശനം. തീർച്ചയായും അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള പൊതുദർശനം അവസാനിപ്പിച്ച് മുദ്രാവാക്യം വിളികളും നിരവധി ആളുകൾ പുഷ്പനെ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് പാട്ടുകൾ ആലപിക്കുകയും ചെയ്തിരുന്നു. കാരണം പുഷ്പൻ്റെ പേരിൽ തന്നെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടടക്കം ഇവിടെ നിരവധി ആളുകൾ പുഷ്പന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് ആലപിക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അടക്കമുള്ള ആളുകൾ ആണ് പുഷ്പൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്കുള്ള. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബേബി മെമ്മോറിയലിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഒരു ഇടിവെട്ട് പോലെയായിരുന്നു കേരളം കേട്ടത്. അതിനുശേഷം അദ്ദേഹം ഏറെ നാളായി സുഖമില്ലാതെ കിടക്കുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും ഒരു അത്ഭുതം തീർത്ത പോലെ, പൂർവ്വകാലങ്ങളിൽ അത്ഭുതം തീർത്തതുപോലെ അദ്ദേഹം വീണ്ടും സുഖ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയെ അസ്തമിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ആ മരണവാർത്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടിത്തി പോലെ എത്തുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള മൃതദേഹം ആദ്യം DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു. പിന്നെ അതിനുശേഷം ഏതാണ്ട് 8 മണി കഴിഞ്ഞതോടുകൂടി എലത്തൂർ, പിന്നീട് 8:30 പൂക്കാട്, 8:45 കൊയിലാണ്ടി, 9 മണിക്ക് നന്ദി. ഒരുപക്ഷെ സമയം ക്രമീകരിക്കാൻ പോലും ആകാത്ത വിധം ജനസഞ്ചയമാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദിക്ക് ശേഷം പയ്യോളിയും വടകരയും നാദാപുരം റോഡും മാഹിയും പുന്നോലും തലശ്ശേരി ടൗൺ ഹാളും, അതിനുശേഷം കൂത്തുപറമ്പും, അതിനുശേഷം ചൊക്ലിയിലെ രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ പൊതുദർശനത്തിനായി പുഷ്പനെ എത്തിച്ചിരുന്നു. ആയിരങ്ങളാണ് സ്നേഹാഭിവാദ്യങ്ങളുമായി അന്തിമോപചാരമർപ്പിക്കാനായി കണ്ണീരോടെ, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യത്തോടെ, ആവേശം തീർത്ത്, ഉശിർത്തീർത്ത് പുഷ്പൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തിയത്. ഇതാ രാമവിലാസം സ്കൂളിലെ അന്തിമോപചാരങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പുഷ്പനിതാ പുതുക്കുടിയിലെ സമീപത്തെ മേനപ്രയിലെ പുതുക്കുടി വീട്ടിലേക്ക് അദ്ദേഹം എത്തുന്നു. ജനലക്ഷങ്ങളാണ് അവിടെ സഞ്ചയമായി കൂടിയിരിക്കുന്നത്. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഭൂമികയിൽ പുഷ്പനെ അഗ്നി ഏറ്റുവാങ്ങും. പുഷ്പൻ അന്ത്യനിദ്ര കൊള്ളുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പൊതുപ്രവർത്തകർക്കാകെയുള്ള ഒരു വലിയ സ്മാരകമായി, ക്രിയാത്മകമായി ഒട്ടേറെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു വലിയ സ്മാരകമായി അവിടം ഇനി നിലകൊള്ളും എന്നും അവരുടെ പ്രസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതുക്കുടിയിലെ വീട്ടിൽ, മേനപ്രയിലെ പുതുക്കുടി വീട്ടിനോട് ചേർന്ന പുഷ്പൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ.